ഹലോ ഗൈസ്. അപ്പം ഇന്ന് എന്താ പറയുന്ന ഉറക്കം വരുന്നില്ല. ഒരു മണിയായി, 12:45, 1 മണിയായി. ഞാൻ ശരിക്കും പറഞ്ഞ കുറച്ച് നല്ല വീഡിയോസ് ഒക്കെ ഇടാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ ഒരു ഷാർജയിലെ കേസ്, അതിന്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഷാർജയിലെ കേസ് ഇപ്പൊ അമ്മയും ഒരു കൊച്ചും ഒക്കെ ആയിട്ട് ആത്മഹത്യ ചെയ്ത ന്യൂസാണ് ഇപ്പൊ ഫുൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ന്യൂസ് തുറന്നു കഴിഞ്ഞാൽ അപ്പം എനിക്ക് കുറച്ച് ഇതിനെപ്പറ്റി സംസാരിക്കണമെന്നുണ്ട്. സോ നോർമലി ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒട്ടും എന്താ പറയുന്നത്, അങ്ങനെ എന്റെ എന്റെ ആശയങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാത്ത ഒരാളാണ്. പക്ഷെ ഇത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. സോ ഇത് ഈ വീഡിയോ മെയിൻ ആയിട്ടും ആരെങ്കിലുമൊക്കെ ഈ പറയുന്ന ഇൻലോസോ അല്ലെങ്കിൽ ഹസ്ബൻഡിൽ നിന്നോ നിങ്ങൾക്ക് പറ്റാത്ത സാഹചര്യങ്ങൾ കൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോവാണെങ്കിൽ, എന്താ പറയുന്ന ഡൊമസ്റ്റിക് വയലൻസ്, ഇപ്പൊ അടി ഇടി അങ്ങനത്തെ കാര്യങ്ങള്, നിങ്ങളെ ദേഹോത്തരം ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങള്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഡിപ്രഷനും കാര്യങ്ങളൊക്കെ പോവാണ്, നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ എന്താ പറയുന്ന ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തണം. ഞാൻ ഇത്ര സീരിയസ് വീഡിയോസ് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല, വേറെ ഒരു വീഡിയോസ് പോലും കാണത്തില്ല. കുറെ വീഡിയോസ് കാണുമ്പോൾ പക്ഷെ ഒരിക്കലും എനിക്കറിയത്തില്ല, ഇത്ര സീരിയസ് വീഡിയോ വേറെ കാണത്തില്ല. സോ എനിക്ക് അത്രയ്ക്ക് ഭയങ്കര ഹേർട്ടായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഡെഫിനറ്റ്ലി ഒത്തിരി പേരുണ്ട്. കാരണം ഈ പാവം പോലിരിക്കുന്ന കുട്ടികളും എല്ലാം ഈ ഒരു 2025 നമ്മൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ പണ്ട് കാലത്ത് ഈ കൊച്ചു പാവമാണെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് അതൊരു നല്ല കാര്യമായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ഒരിക്കലും ഈ ഒരു സമയത്ത്, ഈ ഒരു 2025 കാലഘട്ടത്തില് നമ്മൾ പാവം എന്ന് പറയുന്ന അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ നമ്മൾ വളരെ ബോൾഡ് ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പേരൻസ് ആണെങ്കിലും, നമ്മൾ കുട്ടികളെ വളർത്തുന്നതാണെങ്കിലും കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവരടുത്ത് പറയേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അതെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. നമുക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് സഹിച്ചു നിൽക്കാനല്ല പഠിപ്പിക്കേണ്ടത്, അതിനകത്തൊന്നും ഇറങ്ങി വരാനാണ് പഠിപ്പിക്കേണ്ടത്. മനസ്സിലായോ? അപ്പം ഈ ഒരു വീഡിയോ പേരൻസിനും അതുപോലെ തന്നെ ഈ കുട്ടികൾ, അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്കും വേണ്ടിയാണ്. സോ ഒരാൾക്കെങ്കിലും ഒരു മനസ്സിന് വല്ല മാറ്റം വന്നിട്ട് അവരുടെ ലൈഫ് നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളിപ്പം കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുന്നേ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പെൺകുട്ടീനെ എപ്പോഴും വളർത്തുന്നത് നമ്മൾ പാവമായിട്ടും എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും പഠിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഇവരിത്രയും 8ഉം 10ഉം വർഷവും സഹിച്ചും ക്ഷമിച്ചും അടിയിടിയും തൊഴിയും കൊണ്ടോണ്ടിരിക്കുന്നത്. മനസ്സിലായോ? സോ നമ്മള് പഠിപ്പിക്കേണ്ടത് നല്ല രീതിക്ക് ബാക്കിയുള്ളവരടുത്ത് പെരുമാറാൻ പഠിപ്പിക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മീൻ ഒരാള് നമ്മുടെ അടുത്ത് അപമര്യാദയായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ നമ്മളത് ക്ഷമിക്കണം എന്ന് പറയുന്ന ഏറ്റവും ഭൂലോക മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ കുട്ടികളുടെ അടുത്ത്. സോ അപ്പോ നമ്മള് ക്ഷമിക്കുക, സഹിക്കാൻ വേണ്ട രീതിയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്യണം, അല്ലെന്നല്ല. ബട്ട് നമ്മൾ നല്ല രീതിക്ക് പെരുമാറുക. ബട്ട് നമ്മുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി മോശമായിട്ട് ബിഹേവിയർ കാണിച്ചുകൊണ്ട് വരുന്ന സംസാരിക്കുന്ന വെർബൽ അബ്യൂസ് അല്ലെങ്കിൽ ഫിസിക്കൽ അസോൾട്ട്, അടിക്കുക ഇടിക്കുക, എങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ റിയാക്ട് ചെയ്യാനാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. റിയാക്ഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് അതിന്റെ അർത്ഥം? റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞാൽ ആദ്യത്തെ സമയത്ത് ഭർത്താവ് കൈ പൊക്കിക്കൊണ്ട് വരുന്നു. ഇത് തിരിച്ചു ആവാം, ഭാര്യ കൈ പൊക്കിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നു. സോ യു ഹാവ് ടു ടീച്ച് യുവർ ബോയ്സ് ഓൾസോ. സോ രണ്ടുപേരെടുത്തും പെർഫെക്റ്റ് എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് വേണം നമ്മുടെ പേരൻസ് കല്യാണം കഴിപ്പിച്ച് വിടാനായിട്ട്. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഭർത്താവ് കൈ പൊക്കിക്കൊണ്ട് അടിക്കാൻ വേണ്ടി ചെല്ലുന്നു. അപ്പൊ ഈ നോർമൽ പെൺകുട്ടികൾ എങ്ങനെയായിരിക്കും? അവര് അടി വാങ്ങിക്കുന്നു, കരയുന്നു, അത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു, കരയുന്നു, വീണ്ടും നെക്സ്റ്റ് ഡേ അത് കുടിച്ചിട്ടാവാം കുടിക്കാതാവാം
വീണ്ടും നെക്സ്റ്റ് ഡേ ഇത് തന്നെ ചെയ്യുന്നു. സോ ആ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. അവർ ചിലപ്പം ആ ഒരു കള്ളിന്റെ ഇതും കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് സോറി പറയും. സോ ഇതൊരു സോറി, ഒരു അടിയിടിയും കൊടുത്തിട്ട് സോറി പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അപ്പോ കൈ പൊക്കിക്കൊണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു അടി കിട്ടിയിട്ട് അങ്ങനെ നമ്മൾ കരഞ്ഞുകൊണ്ട് മാറിയിരിക്കാനല്ല, ക്ഷമിക്കാനല്ല പഠിപ്പിക്കേണ്ടത്. അപ്പൊ നമുക്ക് വേണമെന്ന് ക്ഷമിച്ചിട്ട് പറയാം. സോ നമ്മുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കരയാനും സഹിക്കാനും ക്ഷമിക്കാനും ആയിരിക്കരുത് നമ്മുടെ റിയാക്ഷൻ. നമ്മുടെ റിയാക്ഷൻ ഷുഡ് ബി, ഇപ്പൊ അടിച്ചു അല്ലെങ്കിൽ കൈപൊക്കി, ഇനി ഒന്നുകൂടെ ഇങ്ങനെ സംഭവിച്ചാൽ എന്റെ സ്വഭാവം മാറും. ഞാൻ ആൾക്കാരോട് പറയും, എന്റെ വീട്ടുകാരോട് പറയും. ഇതിനുള്ള കറക്റ്റ് ഡിസിഷനിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള വേറെ വേറെ രീതിയിലോട്ട്, ഇതിപ്പോ ഡിവോഴ്സ് ആണെങ്കിൽ ഡിവോഴ്സിലോട്ട് എത്തുന്നു. സൂക്ഷിച്ചും കണ്ടും മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യാനുള്ള ആ ഒരു റിയാക്ഷൻ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ദാറ്റ് മീൻസ് ഒരു വട്ടം കൈ പൊക്കിക്കൊണ്ട് വന്നാൽ പിന്നെ പൊങ്ങരുത്, മനസ്സിലായോ? അല്ലാതെ ഒരു അടി കിട്ടി പിന്നെ 10-30 വർഷം ജീവിതകാലം മൊത്തം, അല്ലെങ്കിൽ ഒരു 5-10 വർഷം കഴിഞ്ഞ് കിട്ടിയിട്ട് പിന്നെ ഒരു സ്റ്റേജ് എത്തും, നമുക്ക് ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നൊക്കെ പറയുന്നതിനുണ്ട്. അവിടെ വരെ അങ്ങ് പിന്നെ അങ്ങ് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് കൊടുക്കും? അങ്ങനെയാണ് നമ്മൾ പിന്നെ ആത്മഹത്യയിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ പോകേണ്ട വരുന്നത്. കാരണം അത്രയും നമ്മൾ ക്ഷമിച്ച് അവിടെ വരെ എത്തി, ഇനി ക്ഷമിക്കാൻ വയ്യ, ആ ഒരു പോയിന്റ് എത്തി. പക്ഷെ മറ്റേ ആള് പിന്നെ വീണ്ടും വരും, ആ സെയിം പവറായിട്ട് വരും, അടിക്കാനും കാര്യങ്ങളായിട്ട്. സോ നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വി ഷുഡ് ബി വെരി വെരി ബോൾഡ് ടു റിയാക്ട് ടു ദീസ് കൈൻഡ് ഓഫ് ടോക്സിക് പീപ്പിൾ. അപ്പൊ ഇതൊരു ടോക്സിക് പേഴ്സണും ടോക്സിക് റിലേഷനും ആണെന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ, അത് കല്യാണം കഴിക്കാൻ പോകുന്നവരുടെ അടുത്ത് ആണ് ഞാൻ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു കം ഔട്ട് ഓഫ് ഇറ്റ്. യു ഷുഡ് റൺ. നിങ്ങളുടെ കാര്യങ്ങളും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ലീവ് ഔട്ട് ഓഫ് ദറ്റ് പ്ലേസ് ആൻഡ് ജസ്റ്റ് ബി സേഫ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പറയും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ക്ഷമിക്കുന്നത്, സഹിക്കുന്നത്. ശരിയാണ്. ഇപ്പം നോർമലി ഏതൊരാളെടുത്ത് നോക്കുവാണെങ്കിലും, വെദർ ഇറ്റ്സ് ലവ് മാരേജ് അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് ആണെങ്കിൽ പോലും, ആ ഒരു ഇഷ്ടമുള്ള മാരേജിന് ഒരു ഇഷ്ടമുള്ള പാർട്ട്നേഴ്സ് ആണെങ്കിൽ അവരുടെ ഇടയ്ക്ക് പോലും ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പക്ഷെ ഒരിക്കലും അതൊരു വാല്യൂ കൊടുക്കുന്ന ആൾക്കാർ ഒരിക്കലും ഇങ്ങനെ വന്നിട്ട് ഈ ഡൊമസ്റ്റിക് വയലൻസും കാര്യങ്ങളൊന്നും കാണിക്കേണ്ട ഒരു ആവശ്യം അവർക്കില്ല, മനസ്സിലായോ? ഒരു ഈഗോയും കാര്യങ്ങളൊന്നും അവർക്ക് വരത്തില്ല. സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല്, അങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്നവരാണെങ്കിലും ഇത് നമ്മളെ മൈൻഡിൽ വെക്കുക. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ബാഡ് ആയിട്ടോ റോങ് ആയിട്ടോ തോന്നുവാണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ഡിസിഷൻ എടുക്കുക. അതിനെപ്പറ്റി കൂടുതലും ആൾക്കാർ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടികളും വീട്ടുകാരുടെ അടുത്തൊന്നും അവര് പേടിക്കണ്ട എന്ന് വിചാരിച്ച് സംസാരിക്കത്തില്ല, വീട്ടുകാരുടെ അടുത്തൊന്നും പറയത്തില്ല. വൈ? അങ്ങനെ നമ്മള് വീട്ടുകാരുടെ അടുത്ത് പറയാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ അടുത്ത് സംസാരിക്കണം. പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. നമുക്ക് എന്തെങ്കിലും തെറ്റായിട്ടോ ബാഡായിട്ടോ തോന്നുവാണെങ്കിൽ നമ്മുടെ സിബ്ലിങ്സിന്റെ അടുത്തും അതുപോലെ തന്നെ നമ്മുടെ പേരൻസിന്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്തും പറയുക, മനസ്സിലായോ? അല്ലാതെ അത് ആരോടും പറയാതിരുന്നിട്ട് ക്ഷമിച്ച് പിന്നെ ലാസ്റ്റില് ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ യഥാർത്ഥത്തിൽ എന്തുവാണെന്ന് പോലും നമുക്ക് അറിയാത്തൊരു സിറ്റുവേഷൻ ആണ്. ആർക്കും ഒന്നും കൗൺസിൽ ചെയ്യാനോ ഹെൽപ്പ് ചെയ്യാനോ അതിൽ നിന്നൊന്നും കരകയറ്റാനോ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് ആവുകയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് ഈ കല്യാണം കഴിക്കാൻ പോകുന്നവരെ ആദ്യം അത് മനസ്സിലാക്കുക. പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടുന്ന് മാറുക. ഈ പറഞ്ഞതിന്റെ കൂട്ട് ചില സമയത്ത് ഇൻലോസിന്റെ അടുത്തൊന്നും നല്ല ബുദ്ധിമുട്ട് കാരണം ഇൻലോസോ അല്ലെങ്കിൽ പറയുന്ന അവരുടെ ഫാമിലി എല്ലാം ഡെഫിനറ്റ്ലി നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിലോട്ട്, ഒരു പാർട്ട്ണറിന്റെ വീട്ടിലോട്ട് മാറുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും മാറിയായിരിക്കും ഇരിക്കുന്നത്. അതായത് നമ്മൾ ജീവിച്ച സിറ്റുവേഷൻ ആയിരിക്കത്തില്ല മറ്റേ പാർട്ട്ണറിന്റെ വീട്ടിൽ തിരിച്ചും. അപ്പം ഒരു 10,000 കാര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ അതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബുദ്ധിമുട്ടും നമ്മൾ പറയുന്നു. അത് അവർ കേൾക്കുവാണെങ്കിൽ ഓക്കെ, കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹസ്ബൻഡിനോട് പറയാം. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, അവർ പോസിറ്റീവായിട്ടാണോ റിയാക്ട് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ആദ്യം നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ടിങ് ഹസ്ബൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മാറി നിൽക്കാം. സോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ. സപ്പോർട്ടിങ് ഹസ്ബൻഡ് അല്ല ഈ പറയുന്നതിൻ്റെ ഹസ്ബൻഡേ ആണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക്
ജീവിക്കുക. ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം ഫാമിലി സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുക. ഇനിയിപ്പോ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ കുട്ടി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ സഹിച്ച് ജീവിക്കുന്നതെന്ന് പറയേണ്ട യാതൊരു കാര്യമില്ല. കാരണം കുട്ടി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറണം. കാരണം കുട്ടിക്ക് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം എനിക്കൊരു 1.5 വയസ്സുള്ള ഒരു മോളുണ്ട്. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് സൗണ്ട് റേസ് ചെയ്ത് ഇപ്പൊ എന്തെങ്കിലും പപ്പ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ ഹസ്ബൻഡിന്റെ അടുത്ത് എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നില്ലെന്ന് വെച്ച് ഞാൻ ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞാൽ തന്നെ അവക്കതൊരു എന്തുവാണ്, ഒരു എന്തുവാ, മാനസിക വിഷമം പോലാണ്. അപ്പൊ തന്നെ അവളുടെ രീതിയിൽ അവള് കരയാനും അവളുടെ എന്തുവാ ബോഡി വൈബ്രേഷൻസിൽ കൂടെയും ആ ഒരു കരച്ചിലിൽ കൂടെ നമുക്ക് മനസ്സിലാവും ഞാൻ എന്റെ സൗണ്ട് റേസ് ചെയ്ത് സംസാരിക്കുന്നത് പോലും ഇവക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവക്കതൊരു ബുദ്ധിമുട്ടാണ്. സോ ദാറ്റ് മീൻസ് ഇങ്ങനത്തെ ആൾക്കാര്, ഓക്കെ, ഈ പറയുന്നേറ്റ് കൂട്ട് ഡൊമസ്റ്റിക് വയലൻസ് അടിക്കുകയും പിടിക്കുകയും എല്ലാം ഈ കുട്ടികളുടെ മുന്നിലായിരിക്കും ചെയ്യുന്നത്. ഒരിക്കലും ഈ കുട്ടികൾക്ക് ഫ്രം വെരി യങ് ഏജ് ഒരിക്കലും അത് അവർക്ക് താങ്ങാൻ പറ്റുന്ന, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആൻഡ് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ബോത്ത് യു ആൻഡ് യുവർ കിഡ്സ്. സോ നമ്മൾ അത് അവിടുന്ന് ഇറങ്ങാനുള്ള വഴിയാണ് നോക്കേണ്ടത്. സോ ആദ്യം എല്ലാവരുടെ ഫാമിലി അടുത്തും ഫ്രണ്ട്സ്, ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് നമ്മളെ പറ്റി അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറയാം. എന്നിട്ട് നമ്മളേറ്റവും മാറി നിൽക്കുക. എന്തെങ്കിലും സപ്പോർട്ട് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സപ്പോർട്ട് വാങ്ങിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് മാറിയിരുന്ന് നമ്മൾ പറ്റുന്ന പോലെ ഒറ്റയ്ക്ക് ജീവിക്കുക. മനസ്സിലായോ? അല്ലാതെ ഈ പറയുന്നതിൻ്റെ കൂട്ട് അവര് എന്തുവാണ്, അവരുടെ കാര്യത്തിനകത്ത് നമ്മള് ക്ഷമിച്ചും സഹിച്ചും ജീവിക്കേണ്ട കാര്യമില്ല. പിന്നെ ശരിയാണ്, നമ്മള് കല്യാണം കഴിഞ്ഞ് ഈ പറയുന്നതിൻ്റെ കൂട്ട് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആയിരിക്കും. ലൈക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡന്റ് ആയിരിക്കും. ലൈക്ക് ഇപ്പം നമ്മളാണെങ്കിലും ഒരു ഞാനാണെങ്കിലും ഹസ്ബൻഡിന്റെ അടുത്ത് ഡിപ്പെൻഡന്റ് ആണ്, ഹസ്ബൻഡ് ആണെങ്കിലും എൻ്റെ അടുത്തും ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒത്തിരി കപ്പിൾസ് ഉണ്ട്. ഇപ്പം എന്നെ പറ്റി ചോദിക്കുവാണെങ്കിൽ ഞാനാണ്, പക്ഷെ ദാറ്റ്സ് ബിക്കോസ് ഹീസ് എ ഗുഡ് പേഴ്സൺ, അല്ലെ? നല്ലൊരാളുടെ അടുത്ത് നമ്മളിപ്പം ഡിപ്പെൻഡന്റ് ആയിട്ടിരിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ ഇപ്പം വലിയ വലിയ ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് നല്ലതല്ല. ചിലപ്പോൾ അതൊരു സമയത്ത് ഇപ്പൊ അയാള് പോവാന്ന് വെച്ചോ, അതായത് ഇപ്പൊ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു റിലേഷനകത്ത് അയാള് പോവാ, അതിപ്പം എന്തെങ്കിലും പ്രശ്നം കൊണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഒരാളെ ഇഷ്ടപ്പെട്ട് അങ്ങനെ പോകുന്നതാവാം, അല്ലെങ്കിൽ പോട്ടെ നോർമലായിട്ട് നമ്മൾ എന്നും പുറത്തു പോയി കാറിൽ കൂടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസണിൽ കൂടെ ജീവിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ പാമ്പ് കടി ഏക്കാം, അല്ലെങ്കിൽ അർത്തക്കൊക്കെ വരാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം, മല ഇടിഞ്ഞു വീഴുന്ന നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വേണമെങ്കിലും വരാം. സോ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഒരാളില്ലെങ്കിൽ വി ഷുഡ് ബി റെഡി ടു ടേക്ക് ആൻഡ് മൂവ് ആ ലൈഫ് ഫോർവേഡ്. നമ്മൾ മുന്നോട്ട് പോയേ തീരൂ, നമുക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യം അതിനകത്തുണ്ട്. സോ എന്ന് പറയുന്നതിൻ്റെ കൂട്ട് നമ്മള് ഇപ്പൊ നല്ലൊരു റിലേഷൻ ആണെങ്കിൽ പോലും ഓൾവേസ് ട്രൈ ടു ബി ഇൻഡിപെൻഡന്റ് എന്ന് ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും എൻ്റെ അടുത്ത് പറയാറുണ്ട്, എടി നീ എപ്പോഴും നിന്റെ കാര്യങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ നോക്കും. ഞാൻ എപ്പോഴും സത്യം പറഞ്ഞാൽ ഭയങ്കര ഡിപെൻഡന്റ് ആണ്. എനിക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ, ഓരോരോ കാര്യങ്ങൾ സംസാരിക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസിഷൻ എടുക്കാനാണെങ്കിലും കുറെയൊക്കെ ഞാൻ എടുക്കാറുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ ഞാനിങ്ങനെ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിച്ചിട്ടൊക്കെ ചെയ്യും. അപ്പൊ ഹസ്ബൻഡ് ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള, നമുക്ക് വാല്യൂ തരുന്ന ഒരാളാണ്. അപ്പം എന്താ പറയുന്നത്, എന്റെ ഡിസിഷൻസ് ഞാൻ എടുത്തോ എന്നൊക്കെ പറയുന്ന ഒരാളാണ്. അപ്പം അതിപ്പം എന്താ പറയുന്നത്, നമ്മളിപ്പം എല്ലാവർക്കും അങ്ങനെ കിട്ടണം എന്നില്ല. പക്ഷെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കല്യാണം കഴിച്ച് വരുമ്പോഴത്തേക്കും അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ഓഫ് ബാഡ് അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ഒഴിവാകുക, മാറുക. മനസ്സിലായോ? അല്ലാതെ ഒരിക്കലും അത് എത്ര എന്താ പറയുന്ന ഡിപ്രഷനോ എത്ര ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തൊക്കെ സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോയാലും ഒരിക്കലും നിങ്ങൾ ലൈഫ് എൻഡ് ചെയ്യാനുള്ള അങ്ങനത്തെ ഓപ്ഷൻസിലോട്ട് പോകരുത്. ഒന്നും അറിയാത്ത കുഞ്ഞു കുട്ടികൾ വരെയാണ് ഇതിനകത്ത് ഇപ്പം അകപ്പെട്ട് പോയേക്കുന്നത്. അവർക്കൊക്കെ എന്തിപ്പം അറിയാം. പക്ഷെ ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ആരും
ചുറ്റും ഹെൽപ്പ് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടാണ്, വേറെ ആരും ഹെൽപ്പ് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് ആ കൊച്ചിനെയും കൂടെ ഒക്കെ എന്താണ് കൊന്നിരിക്കുന്നത്, ആ ഷാർജയിലെ കേസ് പറയുകയാണെങ്കിൽ. സോ ഒരിക്കലും നമ്മൾ അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കത്തില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്, നമ്മൾ പോലും അങ്ങനെ ചെയ്യരുത്. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ വി ഷുഡ് ബി വെരി വെരി ബോൾഡ്. ഇന്നത്തെ കാലത്ത് നമുക്ക് പാവം പോലെ ഇരിക്കേണ്ട ആവശ്യമില്ല, പാവം പോലെ വളർത്തരുത്, പാവം പോലെ നിൽക്കരുത്, ജീവിക്കരുത്. അപ്പം നമ്മുടെ വോയിസ് നമ്മൾ പുറത്ത് കൊണ്ടുവരണം. നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയണം. നമുക്ക് എന്തെങ്കിലും, ഞാൻ പറയുന്നത്, നമ്മളിപ്പോ കല്യാണം കഴിച്ചു പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണം. നമുക്ക് എന്തെങ്കിലും അതായത് നമ്മളിപ്പോ ചിലപ്പം മോസ്റ്റ് ഓഫ് ദ കേസ് 80 to 90% ഓഫ് ദ കേസ് കല്യാണം കഴിച്ച് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മളങ്ങ് സഹിച്ച് ജീവിക്കുക. ഇഷ്ടമല്ലാത്ത ഈ പറയുന്ന എന്തുവാ ഇപ്പം ചെറിയ കേസസ് പറയുവാണെങ്കിൽ ഫുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ. ചില സ്ഥലത്തൊക്കെ എന്തുവാ ഇപ്പൊ ഡ്രസ്സ് പോലും ചിലപ്പോൾ ഇൻലോസ് പറയുന്ന അനുസരിച്ചായിരിക്കും. നിനക്ക് ചെറിയ ഡ്രസ്സ് ഇടാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ ഡ്രസ്സ് ഇടാൻ പാടില്ല, ജീൻസ് ഇടാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ അങ്ങനെ ഇടാൻ പാടില്ല, ക്രോപ്പ് ടോപ്പ് ഇടാൻ പാടില്ല എന്ന് പറയുന്നത്. സോ ദേ ഡോണ്ട് ഹാവ് വോയിസ്. ഇത് ഇന്ത്യയാണ്, അല്ലാതെ വേറെ രാജ്യമൊന്നുമല്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് ഇടാനും കാര്യങ്ങൾ ചെയ്യാനും സാധനങ്ങൾ വാങ്ങിക്കാനും എന്ത് വേണമെങ്കിലും വാങ്ങിക്കാനും ഉള്ള ഫ്രീഡം നമുക്ക് ഉണ്ട്. അല്ലാതെ വേറെ ആരുമല്ല തീരുമാനിക്കുന്നത്, നമ്മൾ എന്തോ ചെയ്യണം. സോ ഇപ്പം അമ്മായിയമ്മ സാരി ഉടുക്കുന്നെങ്കിൽ അത് അവരുടെ കംഫർട്ടാണ് സാരി ഉടുക്കുന്നത്. നമ്മൾ അവരോട് ജീൻസ് ഇടാൻ പറയുന്നില്ല, നമ്മുടെ ഇഷ്ടം നമ്മൾ അവരോട് പറയുന്നില്ല. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ പോയി കല്യാണം കഴിഞ്ഞിട്ട് അപ്പം മരുമോള് പറയുവാണ് അമ്മായിയമ്മ അടുത്ത്, നിങ്ങൾ നാളെ തൊട്ട് ജീൻസും ക്രോപ്പ് ടോപ്പും ഇട്ടുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ അവർക്ക് പറ്റൂ? ഇല്ല. അതുപോലെ തന്നെയാണ് തിരിച്ചും എന്ന് അവരാലോചിക്കുന്നില്ല. അതാണ് സത്യം. ഇപ്പൊ അവര് നമ്മുടെ അടുത്തൊന്നും സാരിയും ചുരിദാറും മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ലെന്ന് അപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്കണം. കാരണം ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഒരിക്കലും പണ്ടത്തെ ചട്ടയും മുണ്ടും സാരിയും ഉടുത്തോണ്ടൊന്നും അല്ല നടക്കുന്നത്. ഇപ്പൊ ചുരിദാർ പോലും ഞാൻ എന്നെ തന്നെ ആലോചിക്കണം, ചുരിദാറൊക്കെ ഇട്ടിട്ട് ഞാൻ കാലങ്ങളായി. കാരണം എനിക്ക് അതിനോട് ഒരു ഇൻട്രസ്റ്റ് പോയി. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിഷ്ടത്തോടെ ചില സമയത്ത് മാത്രം ഫംഗ്ഷൻ വെയർ ആയിട്ടും കാര്യങ്ങൾ മാത്രം സാരിയും ചുരിദാറും യൂസ് ചെയ്യുന്നവരുണ്ട്. അല്ലാതെ ഡെയിലി ഇപ്പം ചുരിദാർ ഇടണം, അല്ലെങ്കിൽ ഡെയിലി സാരി ഉടുക്കണം, ചട്ടയും മുണ്ടും ഇടണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. മനസ്സിലായോ? അപ്പൊ ഇത് പറയുന്ന എല്ലാം അങ്ങ് കേട്ട് പാവം പോലെ നമ്മള് അല്ലെങ്കിൽ ചിരിച്ച് നമ്മള് വേദനകൾ സഹിച്ച് ഉള്ളിൽ മാനസികമായിട്ട് നമ്മൾ സഹിച്ചിരിക്കേണ്ട കാര്യമില്ല. സോ നമുക്കൊരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഓൺ ദ സ്പോട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിക്കണം. സോ അപ്പൊ തന്നെ നമ്മൾ എപ്പോഴും ഒരു ബൗണ്ടറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യണം. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല, ബട്ട് നമ്മൾ ഒരിക്കലും അവരോട് ഈ പറയുന്ന ഇന്ന ഫുഡ് കഴിക്കണ്ടെന്നോ ഇന്ന ഡ്രസ് ഇടണ്ടെന്നോ അല്ലെങ്കിൽ ഇന്ന സമയത്ത് പോകണ്ടെന്നോ വരണ്ടെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് തിരിച്ചു ഇങ്ങോട്ട് പറയാനുള്ള ഒരു ഇതുമില്ല. നമ്മൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാത്തിടത്തോളം കാലം അവരിങ്ങോട്ട് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. മനസ്സിലായോ? സോ ദാറ്റ് മീൻസ് നമ്മുടെ ഫ്രീഡം ഒരിക്കലും വേറൊരാളുടെ കയ്യിലല്ല. അതിപ്പോ കല്യാണം കഴിച്ചെങ്കിലും അല്ലാതെ ഇപ്പം ഹസ്ബൻഡ് ആണെങ്കിലും ഇൻലോസ് ആണെങ്കിലും. പക്ഷെ ഒരു ഫാമിലി എന്നുള്ള നിലയ്ക്ക് രണ്ടുപേരും കൂടെ ചേർന്ന് ഓരോ ഡിസിഷൻസും കാര്യങ്ങളും എടുക്കാം എന്നല്ലാതെ മ്യൂച്വലി നമുക്ക് ഇഷ്ടത്തോടു കൂടി എടുക്കാം എന്നല്ലാതെ ഈ പറയുന്ന ബാക്കിയുള്ളവരെല്ലാം ഒന്നും ഡിസൈഡ് ചെയ്യുന്നത്. അതാണ് നീ മനസ്സിലാക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പാവം പോലെ ഇരിക്കുന്നവരെ പൊക്കി എന്റെ മോള് പാവമാണ്, എന്റെ മോൾ ഏത് സാഹചര്യത്തിലും ജീവിക്കുമെന്ന് കുറെ പേര് വന്ന് പൊക്കി നാട്ടുകാരുടെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്തും വീട്ടുകാരുടെ അടുത്തൊക്കെ പറയുന്ന ഇനി ഒന്നും ആലോചിക്കുന്നത് നല്ലത്. കാരണം ഈ കാലത്ത് പാവം പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. സോ അതാണ് എനിക്ക് എടുത്തെടുത്ത് പറയാനുള്ളത്. ഈ പാവം പിടിച്ച പിള്ളേർക്കാണ് കൂടുതലും ഇത് വരുന്നത്. മനസ്സിലായോ? ഇങ്ങനത്തെ ഫാമിലിയിൽ അകപ്പെട്ട് പോകുന്ന അവർക്ക് സംസാരിക്കാനും റിയാക്ട് ചെയ്യാനും പറ്റാത്ത ഒരു ഇതില് അവര് തന്നെ സ്വന്തമായിട്ട് അതിനെ പറ്റി ഉരുകി മനസ്സിൽ കൊണ്ടു നടന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലൊക്കെ എത്തുന്നത്. സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ
മനസ്സിലായല്ലോ? എനിക്ക് സത്യം പറഞ്ഞാൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. സോ അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു മാറ്റം, എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ എന്തെങ്കിലും തോന്നുന്നെങ്കിൽ തോന്നട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തേ കേട്ടോ. ശരി.